അങ്ങനെ ഞങ്ങളൊരു ഫാമിലി ടൂർ പ്ലാൻ ചെയ്തു. പാലക്കാട് നിന്നും മധുര, രാമേശ്വരം, ധനുഷ്കോടി വരെ പോയിട്ട് വരാം. എല്ലാവരും നല്ലൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ചുമണി മെയിൻ സ്പോൺസർ ഈ ഇരിക്കുന്ന രണ്ടെണ്ണമാണ്. പളനി കഴിഞ്ഞ് നമ്മൾ ഒരു അമൃത റെസ്റ്റോറൻറ്റിൽ കയറി രാവിലത്തെ പ്രാതൽ കഴിക്കാൻ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മരുമകൾ മിഥുനയ്ക്ക് ഒന്ന് കറങ്ങണം തോന്നി. അവിടെ നല്ലൊരു കറക്കത്തിലാണ്. അങ്ങനെ ആ നെയ് റോസ്റ്റിൽ അമ്മയും ആറാടി, പിന്നെ ഒരു മസാല ദോശ. പിന്നെ വന്നത് പൂരി മസാല, അത് എൻ്റെ സ്പെഷ്യൽ. പിന്നെ നൂൽപുട്ട്, തേങ്ങാപ്പാൽ. പൂരി മസാല നല്ലൊരു ടേസ്റ്റായിരുന്നു, നന്നായിരുന്നു. പിന്നെ ഓണിയ ഉത്തപ്പുണ്ട്, അത് നമ്മുടെ അളിയ പോലീസുകാരൻ. പിന്നെ വട, പിന്നെ ഒരു ഫിൽട്ടർ കോഫി. നല്ലൊരു വൈബ് തന്നെ ആയിരുന്നു. അങ്ങനെ അവിടുന്ന് വിട്ടു ഞങ്ങൾ ഞങ്ങളുടെ പാട്ട് കണ്ടിന്യൂ ചെയ്തു. ഈ പാട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ കാരണം ഇവളാണ്, കുഞ്ചുമണി. പോകുന്ന വഴിയിൽ പല കാഴ്ചകളും കണ്ട് അങ്ങനെ മധുര സിറ്റി വിട്ട് വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്തു. രാമേശ്വരം, ധനുഷ്കോടി റൂട്ടിൽ എത്തിച്ചേർന്നു പാമ്പൻ ബ്രിഡ്ജ്. അതൊരു നല്ലൊരു അനുഭവമായിരുന്നു, പാമ്പൻ ബ്രിഡ്ജിലൂടെയുള്ള യാത്ര. ആളുകൾ പാമ്പൻ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് സെൽഫികളെല്ലാം എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അബ്ദുൽ കലാം മ്യൂസിയത്തിൻ്റെ അവിടെ എത്തി. ഉള്ളിലോട്ട് ക്യാമറ അലോഡല്ല, അത് കാരണം അതിൻ്റെ ചിത്രങ്ങൾ പകർത്താൻ കഴിഞ്ഞില്ല. വീണ്ടും നമ്മൾ ധനുഷ്കോടിയിലേക്കുള്ള യാത്രയിൽ കണ്ടൊരു മഹാ അത്ഭുതം എന്ന് പറയാം. രണ്ട് സൈഡും കടലുകൾ, ഒന്ന് ഇന്ത്യൻ മഹാസമുദ്രം, മറ്റൊന്ന് ബംഗാൾ ഉൾക്കടൽ. രണ്ടിനും രണ്ട് കളറാട്ടോ. എല്ലാവരും നല്ലൊരു ആകാംക്ഷ, സന്തോഷത്തിലാണ്. ധനുഷ്കോടി ഇവിടുന്ന് അല്പം ദൂരം മാത്രം, 17 കിലോമീറ്റർ ശ്രീലങ്കയിലെത്താൻ. ചുറ്റുവട്ടമുള്ള കാഴ്ചകൾ കണ്ടു. അങ്ങനെ അന്നത്തെ സായം സന്ധ്യ ഇവിടെ അവസാനിച്ചു. സ്ഫടികലിംഗ ദർശനം രാവിലെ 5 മണി തൊട്ട് 6 മണി വരെ അത് കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് അത്യാവശ്യം ചിത്രങ്ങൾ പകർത്തി അവിടെ നിന്നും യാത്രയായി. അങ്ങനെ ഞങ്ങൾ എത്തിച്ചേർന്നത് മധുര മീനാക്ഷി ടെമ്പിളിൽ. അമ്മ നല്ല ഉത്സാഹത്തിലായിരുന്നു. ഇവിടെയും ക്യാമറ ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ ദൃശ്യങ്ങൾ പകർത്താനും കഴിഞ്ഞില്ല. മധുര എത്തിയാൽ നമ്മൾ ജിഗർദാണ്ട കുടിക്കാണ്ട് എങ്ങനെ പോവാ? കുറച്ച് പാർസലും വാങ്ങി അവിടുന്ന് യാത്ര തിരിഞ്ഞു.